ഈ കഥ ചങ്കിലി എന്നൊരു പെൺകുട്ടിയെക്കുറിച്ചാണ്. അവൾക്ക് അവളുടെ യൗവനത്തിന്റെ ദാഹം ശമിപ്പിക്കാനായി ഗ്രാമത്തിൽ വരുന്ന എല്ലാ പുരുഷന്മാരുമായി ബന്ധം പുലർത്താറുണ്ട്. ഇത് കാണുന്ന നിങ്ങൾക്കും അതുപോലെയുള്ള ദാഹമുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഇതുപോലുള്ള കൂടുതൽ സിനിമകൾ കാണാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ യുവതിയായ ചങ്കിലിയെ കാണുന്നു. ചങ്കിലിയുടെ ഗ്രാമം വളരെ മനോഹരമായിരുന്നു. അതുകൊണ്ടുതന്നെ പുറത്തുനിന്ന് ധാരാളം വിനോദസഞ്ചാരികൾ അവിടേക്ക് വരുമായിരുന്നു. രാവിലെ തന്നെ ചങ്കിലി അവളുടെ ജോലിയിൽ മുഴുകി. അവൾ ആദ്യം ദൈവത്തിനു മുന്നിൽ തിരികൾ കത്തിച്ച് പ്രാർത്ഥിച്ചു. അപ്പോഴും അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ചൂ എന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെ വരുന്നത്. അവൻ ചങ്കിലിയെ കളിയാക്കി സംസാരിച്ചു. കാരണം അവന് ചങ്കിലിയുടെ അടുത്തേക്ക് പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ചങ്കിലിക്ക് ചൂവിനെ ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് അവൾ ചൂവിനെ വഴക്കു പറഞ്ഞ് അവിടെ നിന്ന് പോയി. അവൾ അവിടുന്ന് നേരെ പുഴയുടെ അടുത്തേക്ക് പോയി തുണികൾ അലയ്ക്കാൻ തുടങ്ങി. അപ്പോഴാണ് ആ ഗ്രാമത്തിൽ ഘൂമനീത്തിയ ഒരു ജോഡി അവിടെ വരുന്നത്. അവർ ചങ്കിലിയോട് ഒരു ഗുഹയിലേക്കുള്ള വഴി ചോദിച്ചു. ചങ്കിലി അവർക്ക് ആ ഗുഹയിലേക്കുള്ള വഴി പറഞ്ഞുകൊടുത്തു. പക്ഷേ ആ ചെറുപ്പക്കാരൻ ചങ്കിലിയെ അങ്ങനെയൊരു അവസ്ഥയിൽ കണ്ടപ്പോൾ ആകൃഷ്ടനായി അവൻ അവളെ കുനിഞ്ഞു നോക്കാൻ തുടങ്ങി. അപ്പോൾ അവന്റെ കാമുകി അവനോട് വഴക്കിട്ട് അവനെയും കൂട്ടി ആ ഗുഹയിലേക്ക് പോയി. ഇവിടെ ചങ്കിലി അവളുടെ തുണികൾ അലക്കുകയായിരുന്നു. സത്യത്തിൽ ചങ്കിലി ഗ്രാമീണരുടെ തുണികൾ അലക്കി പണം സമ്പാദിക്കുകയായിരുന്നു. കാരണം അവൾ വളരെ പാവപ്പെട്ടവളായിരുന്നു. മറ്റൊരു വശത്ത് ആ ജോഡി വിജനമായ സ്ഥലത്ത് എത്തിച്ചേർന്നിരുന്നു. അവർക്ക് പ്രണയവികാരങ്ങളുണർന്നു. ചുറ്റും ആരെയും കാണാതെ അവർ തുറന്ന ആകാശത്തിനു കീഴിൽ ഒന്നിച്ച് സമയം ചെലവഴിക്കാൻ തുടങ്ങി. ചങ്കിലി തുണികൾ അലക്കി അവളുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് ഒരുമിച്ച് സമയം ചെലവഴിക്കുന്ന ഈ ജോഡിയെ അവൾ കാണുന്നത്. അത് കണ്ടപ്പോൾ ചങ്കിലിക്ക് ചൂടുപിടിച്ചു. അതിനാൽ അവൾ അവളുടെ ദാഹം ശമിപ്പിക്കാൻ സ്വയംഭോഗം ചെയ്യാൻ തുടങ്ങി. ഇതിനുശേഷം ചങ്കിലി വീട്ടിലെത്തി അവളുടെ ജോലി ചെയ്യാൻ തുടങ്ങി. അവിടെ നമ്മൾ ചങ്കിലിയുടെ ഭർത്താവ് ജോയിയെ കാണുന്നു. അവന് നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ജോയിക്ക് ഒരു അപകടം പറ്റുകയും അവന്റെ കാലിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ചങ്കിലി നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അതിനാൽ അവൾ അവളുടെ ഭർത്താവിനെ നന്നായി ശുശ്രൂഷിച്ചു. രാത്രിയിൽ ജോയിയും ചങ്കിലിയും സംസാരിക്കുകയായിരുന്നു. അവരുടെ സംസാരത്തിൽ നിന്ന് ജോയിയുടെ കാലിന് ശസ്ത്രക്രിയ കഴിഞ്ഞെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷേ ഡോക്ടർ അവനോട് ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞിരുന്നു. പക്ഷെ ജോയിക്ക് അതിനുള്ള പണമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൻ വളരെ ദുഃഖിതനായിരുന്നു. എന്നാൽ ചങ്കിലി ജോയിക്ക് ധൈര്യം കൊടുത്തുകൊണ്ട് പറഞ്ഞു, ബേബി, നിങ്ങൾ വിഷമിക്കേണ്ട. ഞാൻ പെട്ടെന്നുതന്നെ പണം സമ്പാദിച്ച് നിങ്ങൾക്ക് ഫിസിയോതെറാപ്പി ചെയ്തു തരാം. അതിലൂടെ നിങ്ങൾക്ക് പഴയതുപോലെ ശക്തനാകാൻ കഴിയും. ഇത് പറഞ്ഞുകൊണ്ട് ചങ്കിലി ജോയിയുടെ അടുത്തേക്ക് ചെന്ന് അവനെ പ്രണയിക്കാൻ തുടങ്ങി. കാരണം അവൾ അന്ന് കാട്ടിൽ കണ്ട ദൃശ്യം അവളുടെ ദാഹം വർദ്ധിപ്പിച്ചിരുന്നു. ചങ്കിലി പതിയെ ജോയിയെ പ്രണയിക്കാൻ തുടങ്ങി. പക്ഷെ അപകടത്തിനുശേഷം ജോയിക്ക് അവന്റെ ശക്തി നഷ്ടപ്പെട്ടിരുന്നു. അതിനാൽ ചങ്കിലി എത്ര ശ്രമിച്ചിട്ടും ജോയിക്ക് പ്രണയിക്കാൻ കഴിഞ്ഞില്ല. ചങ്കിലിക്ക് ദാഹിച്ചു തന്നെ ഇരിക്കേണ്ടി വന്നു. പിറ്റേന്ന് ചങ്കിലി വീണ്ടും നദിയിലേക്ക് പോയി തുണികൾ അലക്കാൻ തുടങ്ങി. അപ്പോഴാണ് പപ്പു എന്നൊരു പുതിയ ചെറുപ്പക്കാരൻ ഗ്രാമത്തിൽ വരുന്നത്. പപ്പു ചങ്കിലിയുടെ അടുത്തേക്ക് വന്ന് ഒരു ഗുഹയിലേക്കുള്ള വഴി ചോദിച്ചു. ചങ്കിലി അവനോട് വഴി പറഞ്ഞുകൊടുത്തു. എന്നിട്ട് അവൾ അവനോട് ചോദിച്ചു, നിങ്ങൾ ഒറ്റയ്ക്കാണോ ഇവിടെ വന്നത്? അപ്പോൾ പപ്പു പറഞ്ഞു, എനിക്ക് കാമുകിയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ വന്നത്. ഇത് പറഞ്ഞുകൊണ്ട് പപ്പു ചങ്കിലിക്ക് ഒരു ചോക്ലേറ്റ് കൊടുത്തു. ചങ്കിലിക്ക് ആ ചോക്ലേറ്റ് വളരെ ഇഷ്ടപ്പെട്ടു. പപ്പു വഴി ചോദിച്ചിട്ട് ആ ഗുഹയിലേക്ക് നടന്നു തുടങ്ങി. അപ്പോൾ ചങ്കിലി അവളുടെ വീട് ആ വഴിയിലായതുകൊണ്ട് അവനോടൊപ്പം നടന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഒന്നിച്ചു മുന്നോട്ട് നടന്നു. കുറച്ചു നടന്നപ്പോൾ ചങ്കിലിയുടെ കാലിന് പെട്ടെന്നൊരു മുറിവ് പറ്റി. പപ്പു അവളെ പിടിച്ചു നിർത്തി അവളുടെ കാൽ തിരുമ്മിക്കൊടുത്തു. പപ്പു തൊട്ടപ്പോൾ തന്നെ ചങ്കിലിക്ക് കാമവികാരമുണർന്നു. അതിനാൽ അവൾ പപ്പുവിനെ നോക്കി പ്രണയം നിറഞ്ഞ ചേഷ്ടകൾ കാണിക്കാൻ തുടങ്ങി. അവസരം കിട്ടിയപ്പോൾ പപ്പു ചങ്കിലിയെ പ്രണയിക്കാൻ തുടങ്ങി. ചങ്കിലി അവളുടെ ദാഹം ശമിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങി. അടുത്ത ദിവസം രാവിലെ ചങ്കിലി അവളുടെ വീടിനു പുറത്ത് ആരോടെയോ സംസാരിക്കുകയായിരുന്നു. അപ്പോഴാണ് പപ്പു അവിടേക്ക് ഓറ്റി വരുന്നത്. ചങ്കിലി പപ്പുവിനോട് ചോദിച്ചു, എന്റെ വീടെവിടെയാണെന്ന് നിങ്ങൾക്കെങ്ങനെ അറിയാം? അപ്പോൾ പപ്പു പറഞ്ഞു, ഞങ്ങൾ കാമുകന്മാരാണ്. ഞങ്ങൾക്കിഷ്ടമുള്ള പെൺകുട്ടികളുടെ വിവരങ്ങൾ പാതാളത്തിൽ പോയിട്ടാണെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ ചങ്കിലി പപ്പുവിനോട് പറഞ്ഞു, നിങ്ങൾ അറിയാൻ വേണ്ടി പറയുകയാണ്. ഞാൻ വിവാഹിതയായ സ്ത്രീയാണ്. എന്റെ ഭർത്താവ് വീട്ടിലുണ്ട്. ഇത് കേട്ടപ്പോൾ പപ്പുവിന് സങ്കടമായി. ചങ്കിലി അവനോട് പറഞ്ഞു, എന്റെ ഭർത്താവിന് നടക്കാൻ കഴിയില്ല. അവൻ എപ്പോഴും വീട്ടിലായിരിക്കും. ഇത് കേട്ടപ്പോൾ പപ്പു ചങ്കിലിയോട് പറഞ്ഞു, ഞാൻ എന്റെ പട്ടണത്തിൽ ഒരു ഡോക്ടറാണ്. ഞാൻ ആളുകൾക്ക് ഫിസിയോതെറാപ്പി ചെയ്തു കൊടുക്കാറുണ്ട്. ഒരുപക്ഷേ എനിക്ക് നിങ്ങളുടെ ഭർത്താവിനെ സഹായിക്കാൻ കഴിയും. അതിനുശേഷം ചങ്കിലി പപ്പുവിനെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവളുടെ ഭർത്താവ് ജോയിയെ പരിചയപ്പെടുത്തി. ചങ്കിലി അവളുടെ ഭർത്താവിനോട് പറഞ്ഞു, പപ്പു നമ്മുടെ ഗ്രാമത്തിൽ വന്നതാണ്. അവനൊരു ഡോക്ടറാണ്. അതുകൊണ്ട് ഗ്രാമവാസികൾ അവനെ ഇവിടേക്കയച്ചു. അതിനാൽ അവൻ നിങ്ങൾക്ക് ചികിത്സ നൽകും. പപ്പു ജോയിയുടെ അടുത്തുനിന്ന് അവന്റെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം അവന്റെ കാലിന്റെ എക്സ്റേ നോക്കി. അപ്പോൾ പപ്പു ജോയിയോട് ആ അപകടത്തെക്കുറിച്ച് ചോദിച്ചു. ജോയി പറഞ്ഞു, ഞാനൊരു മരത്തിൽ നിന്ന് താഴെ വീണതാണ്. ഇത് കേട്ടശേഷം പപ്പു ജോയിയുടെ കാൽ പരിശോധിക്കാൻ തുടങ്ങി. എന്നിട്ടവൻ ജോയിയോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് പെട്ടെന്നു തന്നെ സുഖമാകും.
അതിനുശേഷം ചങ്കിലി പപ്പുവിനെ പുറത്തേക്ക് യാത്രയാക്കാൻ പോയി. അവിടെ പപ്പു ചങ്കിലിയോട് പറഞ്ഞു, ഞാൻ നാളെ മുതൽ നിങ്ങളുടെ ഭർത്താവിന് ഫിസിയോതെറാപ്പി തുടങ്ങും, ഞാൻ ₹1 പോലും വാങ്ങില്ല. പപ്പു ചങ്കിലിയോട് സംസാരിച്ച് അവന്റെ ടെന്റിനടുത്തെത്തി. സംസാരിക്കുന്നതിനിടയിൽ പപ്പു ചങ്കിലിയെ വീണ്ടും പ്രണയിക്കാൻ തുടങ്ങി. ചൂ ഇതൊക്കെ മറവിൽ നിന്ന് അവന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്യുകയായിരുന്നു. അടുത്ത ദിവസം പപ്പു വീണ്ടും ചങ്കിലിയുടെ വീട്ടിൽ വന്ന് ജോയിയുടെ ഫിസിയോതെറാപ്പി ആരംഭിച്ചു. ചങ്കിലിയും പപ്പുവിന്റെ അടുത്തുതന്നെ നിൽക്കുകയായിരുന്നു. അവൾക്ക് അവസരം കിട്ടിയപ്പോൾ അവൾ പപ്പുവിന്റെ ശരീരത്തിൽ അവളുടെ മാറിടങ്ങൾ കൊണ്ടുരസി. പാവം ജോയി വേദന കാരണം മറ്റേ വശത്തേക്ക് തിരിഞ്ഞിരുന്നു. അത് മുതലെടുത്ത് ചങ്കിലി പപ്പുവിനോട് പ്രണയാവേശം കാണിച്ചു. ഫിസിയോതെറാപ്പി പൂർത്തിയായ ശേഷം ചങ്കിലി തുണികൾ അലക്കാനായി നദിയിലേക്ക് പോയി. അപ്പോഴാണ് ചൂ അവിടേക്ക് വരുന്നത്. ചൂ വന്ന് ചങ്കിലി പപ്പുവുമായി അടുപ്പം കാണിക്കുന്ന വീഡിയോ അവളെ കാണിച്ചു. വീഡിയോ കണ്ടപ്പോൾ ചങ്കിലി ചൂവിനോട് ദേഷ്യപ്പെട്ടു. പക്ഷെ ചൂവിനതിലൊന്നും തോന്നിയില്ല. കാരണം അവന് ചങ്കിലിയെ പ്രണയിച്ചാൽ മതിയായിരുന്നു. ചൂ ചങ്കിലിയോട് പറഞ്ഞു, നിങ്ങൾ എന്നെ പ്രണയിക്കാൻ സമ്മതിക്കണം, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ ഭർത്താവിന് കാണിച്ചു കൊടുക്കും. ഇത് കേട്ടപ്പോൾ ചങ്കിലിക്ക് പേടിയായി. അവൾ ചൂവിനോട് ഇത് ശരിയല്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ ചൂ വീഡിയോ കാണിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ചങ്കിലിയെ പ്രണയിക്കാൻ തുടങ്ങി. ചൂ ഒരു നിസ്സഹായ പെൺകുട്ടിയെ മുതലെടുക്കുകയായിരുന്നു. അതിനാൽ പാവം ചങ്കിലിക്ക് രാത്രി മുഴുവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം രാവിലെ പപ്പു വീണ്ടും വന്ന് ജോയിക്ക് ഫിസിയോതെറാപ്പി ചെയ്തുകൊടുത്തു. പപ്പുവിന്റെ ചികിത്സ ജോയിയുടെ ശരീരത്തിൽ ഫലം കണ്ടു തുടങ്ങിയിരുന്നു. അതിനാൽ അവന് പതുക്കെ നടക്കാൻ കഴിയുമായിരുന്നു. ഫിസിയോതെറാപ്പിക്ക് ശേഷം പപ്പു ജോയിയോട് വിശ്രമിക്കാൻ പറഞ്ഞു. അവൻ ചങ്കിലിയുമായി സംസാരിക്കാൻ തുടങ്ങി. സംസാരിക്കുന്നതിനിടയിൽ അവർക്ക് പഴയ വികാരങ്ങൾ ഉണർന്നു. അതിനാൽ അവർ വീടിന് പുറത്തുതന്നെ പ്രണയിക്കാൻ തുടങ്ങി. രാത്രിയിൽ ജോയി ചങ്കിലിയോട് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൾ ശാന്തമായി ഉറങ്ങുന്നത് കണ്ട് അവൻ അവളെ ശല്യപ്പെടുത്തിയില്ല. അടുത്ത ദിവസം രാവിലെ പപ്പു വീണ്ടും വന്ന് ജോയിക്ക് ഫിസിയോതെറാപ്പി ചെയ്തു. പപ്പുവിന്റെ ചികിത്സ കാരണം ജോയിക്ക് നടക്കാൻ കഴിഞ്ഞിരുന്നു. എന്നിട്ടും അവൻ സന്തോഷവാനായിരുന്നില്ല. അതിനുശേഷം രാത്രിയിൽ ചങ്കിലി പപ്പുവിനോടൊപ്പം അവന്റെ ടെന്റിലായിരുന്നു. അവിടെ പപ്പു ചങ്കിലിയോട് ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവിന് സുഖമായ ശേഷം നമ്മുടെ ബന്ധമെന്തായിരിക്കും? അപ്പോൾ ചങ്കിലി പപ്പുവിനോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, എന്റെ ഭർത്താവിനൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ എന്റെ ഗ്രാമത്തിൽ വരുമ്പോഴൊക്കെ ഞാൻ നിങ്ങളെ പ്രണയിക്കാൻ അനുവദിക്കും. പപ്പുവിന് ചങ്കിലിയോട് ഇഷ്ടം തോന്നിയിരുന്നു. അവളുടെ അടുപ്പം അവന് വളരെ ഇഷ്ടമായിരുന്നു. അതിനാൽ അവൻ ചങ്കിലിയെ അവന്റെ കൂടെ പട്ടണത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു. അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ചൂ അവിടേക്ക് വരുന്നത്. ചൂ വന്ന് ചങ്കിലിയെയും പപ്പുവിനെയും വഴക്കു പറയാൻ തുടങ്ങി. എന്നിട്ട് അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പ്രണയിക്കുന്ന വീഡിയോ എന്റെ കയ്യിലുണ്ട്. പക്ഷേ പപ്പുവിന് ചൂവിന് വിശ്വാസമില്ലായിരുന്നു. അപ്പോൾ ചൂ അവൻ റെക്കോർഡ് ചെയ്ത വീഡിയോ അവർക്ക് കാണിച്ചുകൊടുത്തു. കാരണം ചൂവിന് വീണ്ടും ചങ്കിലിയെ പ്രണയിക്കണം, അത് പപ്പുവിന്റെ മുന്നിൽ വെച്ച് ചെയ്യണം. പക്ഷെ ചങ്കിലി ചൂവിനെ പ്രണയിക്കാൻ സമ്മതിച്ചില്ല. കാരണം ചൂ നേരത്തെ അവളെ ബലമായി പ്രണയിച്ചിരുന്നു. ചങ്കിലി വിസമ്മതിച്ചപ്പോൾ ചൂവിന് ദേഷ്യം വന്നു. അവൻ തോക്കെടുത്ത് അവരെ ഭീഷണിപ്പെടുത്തി. ചൂ പപ്പുവിനോട് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ചങ്കിലിയോട് അവളുടെ വസ്ത്രങ്ങൾ മാറ്റാൻ പറഞ്ഞു. ചൂവിന്റെ കയ്യിൽ തോക്ക് കണ്ടപ്പോൾ ചങ്കിലി അവളുടെ വസ്ത്രങ്ങൾ മാറ്റി. ചൂ ചങ്കിലിയുടെ മാറിടങ്ങൾ കണ്ട് അവളെ പ്രണയിക്കാൻ തുടങ്ങി. പപ്പുവും മാറിനിന്ന് ഇതെല്ലാം നോക്കുകയായിരുന്നു. അവന് ചങ്കിലിയെ സഹായിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ചൂവിന്റെ കയ്യിലെ തോക്ക് കാരണം അവനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ചൂ അവന്റെ കാര്യം ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് പിന്നിൽ നിന്ന് ഒരാൾ വന്ന് ചൂവിനെ അടിക്കുന്നത്. ചൂവിനെ അടിച്ചത് മറ്റാരുമായിരുന്നില്ല, ജോയിയായിരുന്നു. ജോയി ചങ്കിലിയെ പിന്തുടർന്ന് അവിടെ എത്തിയിരുന്നു. കാരണം പപ്പുവിനും ചങ്കിലിക്കും തമ്മിൽ ബന്ധമുണ്ടെന്ന് അവന് മനസ്സിലായിരുന്നു. സത്യത്തിൽ പപ്പുവും ചങ്കിലിയും വീടിന് പുറത്ത് പ്രണയിച്ചത് ജോയി കണ്ടിരുന്നു. അവരെ തടയാൻ ജോയിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അവന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം അവന് ശക്തിയുണ്ടായിരുന്നില്ല. പക്ഷെ ജോയി പറഞ്ഞു, ഞാൻ എന്റെ പ്രിയപ്പെട്ട ചങ്കിലിയുടെ സന്തോഷത്തിനു വേണ്ടി മിണ്ടാതിരിക്കുകയായിരുന്നു. അടുത്ത ദിവസം രാവിലെ പപ്പു അവന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. പോകുന്നതിനു മുൻപ് അവൻ ജോയിയോട് അവന്റെ ഭാര്യയെ പ്രണയിച്ചതിന് മാപ്പ് പറഞ്ഞു. ജോയിക്ക് ദേഷ്യമുണ്ടായിരുന്നു. പക്ഷെ അവൻ പപ്പുവിനോട് പറഞ്ഞു, നീ കാരണം എനിക്ക് നടക്കാൻ കഴിഞ്ഞു, അതുകൊണ്ട് നിന്നെ ഞാൻ പോകാൻ അനുവദിക്കുന്നു. ഇനി ഒരിക്കലും എന്റെ ഗ്രാമത്തിൽ വരരുത്. അതിനുശേഷം പപ്പു ജോയിയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോയി. അപ്പോൾ ചങ്കിലി അവളുടെ ഭർത്താവിനോട് നന്ദി പറഞ്ഞു. കാരണം അവൻ അവളുടെ തെറ്റുകൾ ക്ഷമിച്ചിരുന്നു. ഇപ്പോൾ ജോയിക്ക് നടക്കാൻ കഴിയുന്നതുകൊണ്ട് അവന്റെ ശക്തിയും തിരിച്ചു വന്നിരുന്നു. അതിനാൽ ജോയി ശക്തമായി ചങ്കിലിയുടെ ആഗ്രഹം പൂർത്തീകരിച്ചു. ഇനി അവൾ മറ്റാരുടെ അടുത്തേക്കും പോകാതിരിക്കാൻ. ഇതോടെ ഈ സിനിമയ്ക്ക് ശുഭകരമായ ഒരു അവസാനം വരുന്നു. കണ്ട എല്ലാവർക്കും നന്ദി.